കുറച്ചധികം നാളായിട്ടോ നിങ്ങളിതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. ക്ലാസ്സുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസൊന്നും എടുക്കാൻ ഒട്ടും സമയം കിട്ടില്ല കേട്ടോ. സാറ്റർഡേ സൺഡേസ് ആണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഫ്രീ ആവത്തുള്ളൂ. അപ്പോഴാണെങ്കിലും മുറ്റത്ത് നല്ല വെയിലായതുകൊണ്ട് തന്നെ പുറത്തോട്ട് ഇറങ്ങാനേ തോന്നാറില്ല. ഇടയ്ക്കൊരു ദിവസം അവധി കിട്ടിയപ്പോഴാണ് ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്ത് വെക്കാമെന്നുള്ളൊരു ബോധോദയം ഉണ്ടായത്. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേന്ന് രാത്രി നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മുറ്റമൊക്കെ നന്നായിട്ട് നനഞ്ഞു കിടന്നിരുന്നു കേട്ടോ. ആഹാ, വീഡിയോ എടുക്കാൻ പറ്റിയ കാലാവസ്ഥയായിരുന്നു. ഇത്തവണ എല്ലാ റംബൂട്ടാനും നിറച്ച് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. 2-3 മഴ കിട്ടിയപ്പോൾ കായ്ച്ചതെല്ലാം പകുതിയോളം കൊഴിഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെ മുറ്റത്ത് തന്നെ ഉണ്ടായി നിൽക്കുന്ന ഒരു പപ്പായ മരമാണ്. ഇതിനെ മരമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഒരു കുഞ്ഞ് പപ്പായ തൈയാണ്. അപ്പോൾ അതുപോലെ നമ്മളുടെ കസ്റ്റാർഡ് ആപ്പിളും നിറച്ച് കായ്ച്ചിട്ടുണ്ട്. പൂത്തതൊന്നും കൊഴിഞ്ഞു പോയിട്ടുമില്ല കേട്ടോ. ഇത്തവണ എന്തായാലും മാവാണ് ചതിച്ചത്. ഒരില പോലും ഇല്ലാതെ പൂത്ത് നിന്നിരുന്ന മാവ് മഴ പെയ്തപ്പോൾ ആ പൂക്കളെല്ലാം കൊഴിഞ്ഞു, കണ്ണിമാങ്ങ പിടിച്ചതെല്ലാം കൊഴിഞ്ഞു പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മാങ്ങയുടെ കാര്യം ഗോവിന്ദയായി. വർഷങ്ങൾ കൂടിയാണ് കേട്ടോ നമ്മളുടെ അവിടെ മുള്ളനാത്ത കായ്ച്ചത്. അത് കായ്ച്ചെന്ന് പറയാൻ പറ്റില്ല, കായ്ക്കാറുണ്ട്, പക്ഷെ നമുക്ക് കഴിക്കാൻ കിട്ടാറില്ല എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ വർഷം വെക്കേഷനാണ് ഇതുപോലെ കായ്ച്ചത്. പൂവിടും കൊഴിയും പൂവിടും കൊഴിയും അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം അമ്മ എന്ത് ചെയ്തു, ഗുരുവായൂർ അമ്പലത്തിലേക്ക് വഴിപാട് നേർന്നു. കായ്ച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കണ്ണന് കൊണ്ടുവന്ന് തരാമെന്ന്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ ഞങ്ങൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോയതെന്നുള്ളത്. ഇത്തവണ എന്തായാലും നിറയെ കായ്ച്ചിട്ടുണ്ട്. പാകമായതിലൊരെണ്ണം ഞങ്ങൾ പൊട്ടിച്ചെടുത്തു കേട്ടോ. ഇതിൻ്റെ പൂ നിൽക്കുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീട്ടുമുറ്റത്തെ സുന്ദരനുണ്ടല്ലോ, സുന്ദരൻ മാത്രമല്ല കേട്ടോ, സുന്ദര കോമളൻ കുഞ്ഞൻ പ്ലാവ് കായ്ച്ചിട്ടുണ്ട്. 3-4 കായ്ച്ചതാണ്. നമുക്കിതാ ഒരെണ്ണം മാത്രമാണ് ഈ ഒരു പരുവത്തിനായിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ. പലരും ഇത് പൊട്ടിച്ച് കളയാൻ പറഞ്ഞു, പക്ഷെ നിൽക്കട്ടെ അല്ലേ, അങ്ങനെ അങ്ങ് തീരുമാനിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ മുള്ളാത്ത പഴുത്തിട്ടുണ്ട്. ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ പണ്ടത്തെ വീടുണ്ടായിരുന്ന സമയത്ത് വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്നു. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇത് നമ്മളെ വീട്ടിൽ കായ്ക്കുന്നത്. ഇതിപ്പോൾ നോക്കുമ്പോൾ ഒരു സൈഡ് പഴുത്തതും ഒരു സൈഡ് അത്രയ്ക്കധികം പഴുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ചെറിയ മധുരവും പുളിപ്പും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സഡ് ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇവിടെ കണ്ണൻ അങ്ങനെ അധികം കഴിക്കില്ല, എനിക്കും അമ്മയ്ക്കും കുഞ്ചനും ഇഷ്ടമാണ്. സ്കൂൾ വിട്ട് വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു, അപ്പോൾ ഇതൊരു കഷ്ണം മുറിച്ചങ്ങ് കഴിച്ചു. നമ്മളുടെ വാട്ടർമെലൺ പോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുരുക്കളുണ്ട്. സംഭവം കഴിച്ചപ്പോൾ വിശപ്പും ദാഹവും ഒരുപോലെ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബായ്.